ദൈവത്തിൽ നിന്നും ആരംഭിച്ച നമ്മൾ ദൈവത്തിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കരുത് എന്ന് ശത്രു നിരന്തരം ആഗ്രഹിക്കുന്നുണ്ട്. ആ ശത്രുവിൻ്റെ ആഗ്രഹവും അവൻ്റെ തീരുമാനവുമാണ് നമ്മളെ പാപത്തിലും അശുദ്ധിയിലും ആന്തരിക മുറിവിലും വെറുപ്പിലും വിദ്വേഷത്തിലും പകയിലും വൈരാഗ്യത്തിലും സ്നേഹത്തിന് ചേരാത്ത ജീവിതത്തിൻ്റെ തീരുമാനങ്ങളിലൊക്കെ നമ്മളെ ഈ ലോകത്തിൽ ബന്ധിച്ചിടുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നവരും ദൈവത്തിങ്കിലേക്ക് തിരിച്ചെത്തേണ്ടവരുമാണെന്നുള്ള ഈ നിത്യസത്യത്തെയാണ് ശത്രു തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം നമുക്കില്ലാതെ വന്നാൽ സംഭവിക്കുന്നത് ശത്രുവിൻ്റെ വഞ്ചനയിൽ നമ്മൾ അകപ്പെട്ടു പോകും. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ മനസ്സിന് മുറിവുണ്ടായി അത് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയും. ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന അസ്വസ്ഥതകളും വേദനകളൊക്കെ നമ്മുടെ ആത്മീയ സന്തോഷവും ആനന്ദവും നമ്മുടെ നിത്യജീവിതത്തിലേക്കുള്ള യാത്രയെ പോലും നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറച്ചു പിടിക്കുകയും അങ്ങനെ വെറും ലൗകിക മനുഷ്യരായി ജീവിക്കുകയും നിത്യ ജീവൻ അപകടത്തിലാക്കുന്ന മനോഭാവത്തിലായിരിക്കുകയും ചെയ്യും. ഈശോ ലോകത്തിലേക്ക് വന്നത് നമ്മെ സ്നേഹിച്ച് അവൻ്റെ സ്വന്തമാക്കി മാറ്റി നമ്മെ നിത്യജീവൻ അവകാശികളാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സത്യം അറിയാതെ വന്നാൽ ലോകം നമ്മളെ വഞ്ചിക്കാൻ തുടങ്ങും.